എന്താ അവിടെ സംഭവിക്കുന്നത്? തഅലീമ് നഷ്ടപ്പെട്ടു. അതില്ല, ഖൽബിൽ അതില്ല. അപ്പോൾ എല്ലാവരും ചിന്തിക്കാൻ അപ്പുറത്തേക്ക് പോകരുത്. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് പറയും, ഇന്നാലിൻ്റെ കൂട്ടർ മോശമാണ്, മോശം. എന്തേ? അള്ളാഹുവിൻ്റെ ഹബീബിനെ ചെറുതാക്കി. അവരോട് നമുക്ക് വർത്താനമില്ല. അള്ളാഹുവിൻ്റെ ഹബീബിനെ ഒരാൾ ചെറുതാക്കിയാൽ അവിടെ ഇനി വർത്താനമില്ല. എന്തേ? അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹിന് എന്ത് ചെയ്യാതെ മതിയായിരുന്നു? അവിടെ നിന്ന് കയറിപ്പോയിട്ട് ഉമർ ബിൻ ഖത്താബിനോട് പറയും, നിങ്ങൾ ഇറങ്ങി, തെറ്റാണ് ആ തന്തനഞ്ഞ് ഞാൻ തന്നെ വിട്ടുക എന്ന് പറഞ്ഞാൽ മോശമല്ലേ, നിങ്ങളൊന്ന് ഇറങ്ങി ചെല്ലുന്നു. ഉമർ ബിൻ ഖത്താബിനോടോ അലി ബിൻ അബി ത്വാലിബ്, വില്ലാളി വീരനായ അലി ബിൻ അബി ത്വാലിബിനോടോ പറയായിരുന്നല്ലോ. അതൊന്നും ഉണ്ടായില്ല. അബൂ ഉബൈദ ഒന്ന് ചാടുന്നത് ഞങ്ങൾ കണ്ടു. പിന്നെ ഞങ്ങൾ കാണുമ്പോൾ അബൂ ഉബൈദയുടെ കയ്യിൽ ബാപ്പാൻ്റെ തലയാണ്. അതാ എന്താ പ്രശ്നം? പിന്നോട് നോക്കിക്കൂല. സയ്യിദ്ന അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ ഏറ്റവും വിശ്വസ്തൻ എന്ന് പുണ്യ റസൂൽ പറഞ്ഞത് സല്ലല്ലാഹു. ജോർദാനിലാണ് അവരുടെ മഖ്ബറ. സൗകര്യമുള്ളവരൊക്കെ പോകണം. അദ്ദേഹം വലിയ മഹാനാണ്. അദ്ദേഹം അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ ഏറ്റവും വിശ്വസ്തനായ മഹാനാണ് പുണ്യ റസൂൽ മുസ്തഫ. എന്തുകൊണ്ട്? സ്വന്തം ബാപ്പയുടെ തലയും അറുത്തു. ബിമഹബ്ബത്തി റസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലമ്മാ സബ്ബഹു ഫൻകഫ അൻഹു വലമ്മാ സബ്ബ ഉമ്മഹു ഇൻകഫ അൻഹു വകثر في سبابه وسباب أمه فانكف عنه. أخيرا جراح എന്ത് ചെയ്തു? سب رسول الله صلى الله عليه وسلم فلما سمع من سباب أبيه المصطفى صلى الله عليه وسلم فوثب عليه فأخذ رأسه. തന്നെ ആക്ഷേപിച്ചപ്പോൾ കേട്ടുന്നു ബാപ്പയല്ലേ, ഉമ്മാനെ ആക്ഷേപിച്ചു അപ്പോഴും കേട്ടുന്നു ഉമ്മല്ലേ, ബാപ്പയല്ലേ ആക്ഷേപിക്കണം. അവസാനം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഒറ്റച്ചാട്ടം, ഒരൊറ്റപ്പിടുത്തം, തല എടുത്തിട്ട് പോന്നു. അപ്പോഴാണ് ഏതായത്തിറങ്ങിയത്? ഖുൽ ഇൻ കാന ആബാഉകും വ അബ്നാഉകും എന്നായത്തിറങ്ങിയത്. ഏതാ സൂറത്ത്? എടുത്ത് وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله എന്നായത്. ഏതാ സൂറത്ത്? പറയാം, തൗബ 24. قل أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. നബിയെ, തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഇൻകാന ആബാവുക്കും നിങ്ങളുടെ പിതാക്കളാണെങ്കിൽ നിങ്ങൾക്ക്, വഅബ്നാഉക്കും നിങ്ങളുടെ മക്കളോ, വഇഖ്വാനുക്കും നിങ്ങളുടെ സഹോദരങ്ങളോ, വഅസ്വാജുക്കും നിങ്ങളുടെ ഇണകളോ, വഅശീറത്തുക്കും നിങ്ങളുടെ കുടുംബങ്ങളോ, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹ നിങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്തോ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹ നഷ്ടം ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടങ്ങളോ, വമസാകിനു തർളൗനഹ നിങ്ങൾ ഏറെ അഭികാമ്യപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീടുകളോ, അഹബ്ബ ഇലൈക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായാൽ മിനല്ലാഹി വറസൂലിഹി
അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായാൽ ജിഹാദിൻ ഫീ സബീലി, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള അധ്വാനത്തെക്കാളും നിങ്ങൾക്ക് ബാപ്പയോടാണ്, മക്കളോടാണ്, കുടുംബത്തോടാണ്, സമ്പത്തിനോടാണ്, കച്ചവടത്തോടാണ് ഇഷ്ടമെങ്കിൽ ഫതറബ്ബസു, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, ഹത്താ യഅതി അല്ലാഹു ബി അംരി, അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് എത്തിച്ചേരുന്ന കാര്യം. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അത്തരം തമ്മാടികൾക്ക് ഒരിക്കലും അല്ലാഹു തആല നേർമാർഗം കാണിക്കുകയില്ല. ഹിദായത്ത് ആർക്കാണ് ഇവിടെ അല്ലാഹു നേർമാർഗം കാണിക്കാത്തത്? ബാപ്പയെ ഇഷ്ടപ്പെട്ടവർക്ക്, ഉമ്മയെ ഇഷ്ടപ്പെട്ടവർക്ക്, എണയെ ഇഷ്ടപ്പെട്ടവർക്ക്, ബാപ്പ ഉമ്മ. എന്തുകൊണ്ട്? അവർ ആരെക്കാൾ അവരെ ഇഷ്ടപ്പെട്ടു? അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും. ഈ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായില്ലേ? ഒരു അബ്ദിൻ്റെ ബാധ്യതയാണ്. അള്ളാഹുവിൻ്റെ ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ റസൂൽ മുസ്തഫ, അള്ളാഹുവിൻ്റെ ഹബീബിനെ പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടുക എന്നത് ഒരു അബ്ദിൻ്റെ ബാധ്യത. ഒരു ടിഷ്യൂ കൊണ്ടുവരി, ഒരു അബ്ദിൻ്റെ ബാധ്യതയാണ്. ആരെക്കാളിന് ചോദിക്കേണ്ടയില്ല, ആരെക്കാളെന്ന് ചോദിക്കണ്ട. പുണ്യ റസൂലിനേക്കാൾ അള്ളാഹുവിലേക്ക് മൂസിലല്ലേ, അള്ളാഹുവിലേക്ക് നമ്മളെ ചേർത്ത് തരുന്ന ആളാണ് പുണ്യ റസൂൽ മുസ്തഫ. മിനല്ലാഹി റസൂലിഹി, അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും ബാപ്പയെ ഇഷ്ടപ്പെടാൻ പാടില്ല. ബാപ്പ ഒരു ഉപകാരം ചെയ്യേണ്ടതില്ല. നമ്മളമ്മക്ക് വയറ്റിലുണ്ടായ സമയത്താണ് ബാപ്പ നാട് വിട്ടു പോയതെന്ന് സങ്കല്പിക്കുക. പിന്നെ നമ്മൾ വലിയ ആളായി, ജോലിക്കാരനായി, കലക്ടറായി, നേതാവായി, എന്നിട്ടാണ് ബാപ്പ തിരിച്ചെത്തുന്നതെന്ന് സങ്കല്പിക്കുകയും. അതൊന്നും വിഷയമല്ല. അവിടെയും ബാപ്പാനെ ആക്ഷേപിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അങ്ങനെ ചെയ്താൽ പോലും ബാപ്പാനെ ആക്ഷേപിക്കാൻ പാടില്ല. കാരണം ബാപ്പയാണ്. ബാപ്പാക്ക് പകരം ഒരാളില്ല. അൽ അബു ഔസത്തു അബ്വാബിൽ ജന്ന, സ്വർഗത്തിൻ്റെ വാതിലുകളിൽ മധ്യത്തിലെ വാതിൽ ബാപ്പയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ബാപ്പ പറഞ്ഞാൽ അത്രയും വലിയ ആളാണ്. മനസ്സിലാണല്ലേ പറഞ്ഞാൽ? അത്രയും വലിയ ആളാണ്. അമ്മ അത്രയും വലിയ, അതിനേക്കാളും വലിയ ആളാണ് അമ്മ. ഒക്കെ ശരിയാണ്. പക്ഷേ ആരെക്കാൾ വരരുത്? അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും വരാൻ പാടില്ല. ഒരിക്കലും വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബി അംരി, അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നത് നിങ്ങൾ കാത്തിരിക്കണം. ആരെഷ്ടപ്പെട്ടാൽ, ബാപ്പയെ ഇഷ്ടപ്പെട്ടാൽ പോലും ആരെക്കാൾ? അള്ളാഹുവിനേക്കാളും. പിന്നെ ഇവിടെ എന്താ പ്രശ്നം? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആൾ മുഹമ്മദ് മുസ്തഫ തന്നെയാണ്. ഖൽഖിൽ മുഹമ്മദ് മുസ്തഫ തന്നെയാണ്. അതിനേക്കാൾ വലിയ ഒന്നുമില്ല. അതിനേക്കാൾ വലിയ ഒന്നുമില്ല. ഇപ്പോൾ ത്വായിഫ് എന്ന നാട് കേൾക്കുമ്പോഴത്തേന് എനിക്കൊരു വെറുപ്പാണ്. ത്വായിഫ് എന്ന പേരിൽ പല സ്ഥാപനങ്ങളെയും കാണാൻ നമ്മുടെ നാട്ടിലും കാണുന്നുണ്ട്. എനിക്കതിഷ്ടമില്ല. എന്തുകൊണ്ട്? അവിടെ എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ സഫ് കെട്ടി എറിഞ്ഞു. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. നാടേ എനിക്കിഷ്ടമില്ല. ഞാൻ ഒരിക്കൽ പോലും ത്വായിഫിൽ പോയിട്ടില്ല. ത്വായിഫ് വഴി ബസ്സിൽ പോയിട്ടുണ്ട്, ത്വായിഫിൽ ഇറങ്ങിയിട്ടില്ല. കാറിൽ പോയിട്ടുണ്ട്, ത്വായിഫ് വഴി ഇറങ്ങിയിട്ടില്ല. എനിക്കിഷ്ടമില്ല. എന്തുകൊണ്ട്? എൻ്റെ റസൂലിനെ ഉപദ്രവിച്ച നാടാണ്. മനസ്സിലാണ്ട് പറഞ്ഞാൽ എല്ലാ റസൂലിനെയാണ്. റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നമുക്കിഷ്ടമില്ല. അപ്പോൾ ഒരാൾ ഐലവ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കൊല്ലുകയാണെങ്കിൽ കൊന്നോട്ടെ. നമ്മൾ മരിക്കുമ്പോഴും ഐലവ് മുഹമ്മദ് എന്ന് പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയാതെ ഐലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ നേരത്താണ് എന്നെ കൊന്നെങ്കിലും ജിദായത്തിലാണ്. എന്തുകൊണ്ട്? ഈ ഐലവ് മുഹമ്മദ് എന്നതിൻ്റെ ഉള്ളിലുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അതിൻ്റെ ഉള്ളിലുണ്ട്. മനസ്സിലോണ്ട് പറഞ്ഞത് നമുക്ക് വിഷമില്ല. എന്തിനും നമ്മൾ സഹകരിക്കാം, പക്ഷെ ഇതിന് സഹകരിക്കൂല. നമുക്ക് ഈ ലോകത്തെ ഏറ്റവും വലിയ ആൾ മുഹമ്മദ് മുസ്തഫയാണ്. യാതൊരു കാരണവശാലും അതിനപ്പുറത്തേക്ക് നമ്മൾ പോകില്ല. അതാണ് ബിദ്അത്തിന്റെ കക്ഷികളോടുള്ള ദേഷ്യം. അവർക്ക് മുസ്തഫ നബിനെ അളമത്തറിയില്ല. അതാണ് പ്രശ്നം. ഒരു വഹാബി പെണ്ണിനെ നമ്മൾ കല്യാണം കഴിക്കൂല. എന്തുകൊണ്ട്? അവൾക്ക് മുസ്തഫ നബിൻ്റെ അളമത്ത് ജീവിതത്തെ ഒരിക്കലെങ്കിലും നഷ്ടപ്പെട്ടിട്ടാണല്ലോ അവൾ അങ്ങനെ ആയത്. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ആളമത്ത് അറിയുന്ന ഒരാൾ വഹാബിയാവില്ല.
ഉദാഹരണമാണ് ഈ പറഞ്ഞൊക്കെ. നിങ്ങൾ ചിന്തിക്കണം. അവരോടുള്ള ദേഷ്യം തീർത്താൽ തീരൂല. എന്തുകൊണ്ട്? അവർ മുസ്തഫ നബിയെ ചെറുതാക്കാൻ വേണ്ടി സംഘടന ഉണ്ടാക്കിയവരാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവർ ഈ നിസ്കാരത്താടി ഇതൊന്നുമല്ല ദീൻ അള്ളാഹിൻ്റെ ഹബീബിനോടുള്ള ഹബീബിൻ്റെ തഅളീമാണ്. കൊടുക്ക് ഇനിയുണ്ടല്ലോ ഇഷ്ടം പോലെയല്ലേ അവിടെ കിടക്കുന്നത്. കൊടുക്ക്. അപ്പം ഇതെന്താ ബാധ്യതയാണ്? അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ആ മഹബത്ത് വെളിവാക്കുക. അപ്പം അതിന് മറുപടി പറയുന്നേ ഒരു മൂമിനായ മനുഷ്യൻ. അത് മൂമിനിൻ്റെ ബാധ്യതയാണ്. നിർബന്ധമായി പറയും. അള്ളാഹിൻ്റെ ഹബീബിനെ ഒരാൾ എതിരാക്കാൻ ചെറുതാക്കാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലൽതു ശബാബൽ. ഞാൻ നേരത്തെ ഓതിയ ആയത്ത് കാണിച്ചെന്നില്ലേ, ബഹുമാനപ്പെട്ട സൂറത്ത് തൗബയിലെ 24-ാമത്തെ ആയത്താണ് ഓതിയത്. ഫലൽതു ശബാബൽ മുഅ്തദീന വതഅലമാ ഉഹദ്ദീറു അദ്ഹാനൽ ഇദ്റാകി മഖ്സദി. ഫലൽത്തു ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് ശബാബത്തൽ മുഅ്തദീന, പുണ്യ റസൂലിൻ്റെ മദഹിന് എതിരായ ആളുകളുടെ ആയുധങ്ങളുടെ മൂർച്ചയെല്ലാം ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. എൻ്റെ കാലത്ത് അവരെ മൂർച്ചയും കൊണ്ട് നിൽക്കൂല, ഒരു മുനമ്പും കൊണ്ട് നിൽക്കൂല. അതിൻ്റെ മുനകളെയെല്ലാം ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവർക്ക് കഴിയില്ല. വത്വാലമാ മിക്കവാറും അധികരിച്ചും വഹദ്ദിദു ഞാൻ മൂർച്ച കൂട്ടിക്കൊടുത്തിട്ടുമുണ്ട്. അദ്ഹാനൻ ചില ബുദ്ധികൾക്ക്. എന്തിന്? ഇദ്റാക്കി മഖ്സദി യഥാർത്ഥമായ ലക്ഷ്യത്തെ കരഗതമാക്കാൻ വേണ്ടി. ഏതാണ് യഥാർത്ഥ ലക്ഷ്യം? മഹബ്ബത്ത് മുഹമ്മദ്. അതന്നെ വഹദ്ദിദു ഞാൻ മൂർച്ച കൂട്ടിക്കൊടുത്തിട്ടുമുണ്ട്. വത്വാലമാ അധികരിച്ചും വഹദ്ദിദു ഞാൻ മൂർച്ച കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്തിന്? അദ്ഹാനൻ ചില ബുദ്ധികൾക്ക്. എന്തിന്? ഇദ്റാക്കി മഖ്സദിൻ യഥാർത്ഥ ലക്ഷ്യത്തെ കരഗതമാക്കാൻ വേണ്ടി. യഥാർത്ഥ ലക്ഷ്യം എന്താണ്? മഹബ്ബത്ത് മുഹമ്മദ്. ബാക്കിയൊക്കെ നിസ്സാരാണ് കുട്ടികളെ. മൂല്യരാഗ അതൊക്കെ നിസ്സാരാണ്. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മഹബ്ബത്ത് ഖൽബിൽ കയറണം. അത്രയേ ഉള്ളൂ. എന്നിട്ട് ആലിമായാലേ ആലിമിന് വില ഉണ്ട്? ഇല്ലേ, ആലിമിന് വില ഇല്ല. പിന്നെ ആലിമിന് വില ഇല്ല. മനസ്സിലായില്ലേ? പിന്നെ അതിനൊരു വിലയും ഇല്ല. ഇൽമിന് എത്ര ആൾ ഇൽമുണ്ട്. പക്ഷെ മുസ്തഫ റസൂലുള്ളാഹിയുടെ മഹത്വം ആ ആലിമിൻ്റെ ഇൽമിൽ ഉള്ളടങ്ങിയിട്ടില്ലെങ്കിൽ ആ ഇൽമിന് വിലയില്ല, ഒരു വിലയില്ല. എന്തുകൊണ്ട്? ലോകത്തിനെ അങ്ങനെ ആറ്റി കുക്കിയാൽ അതിന് കിട്ടുന്ന ഒരു നതീജുണ്ട്. അതിന് പാലിങ്ങനെ നന്നാക്കി കടഞ്ഞാൽ അതിനെന്താണ് പുറത്തു വരിക? അതിന് വെണ്ണ പുറത്തു വരും. എന്നതുപോലെ പ്രപഞ്ചത്തെ മന്ദങ്കോലിട്ട് കടഞ്ഞാൽ അതിന് പുറത്തു വരിക മഹബ്ബത്ത് മുഹമ്മദാണ്. എന്തുകൊണ്ട്? ആ നൂറിൽ നിന്നാണ് അള്ളാഹു ഇതൊക്കെ പഠിച്ചിട്ടുള്ളത്. എല്ലാം അതാണ്. അതുകൊണ്ടാണ് മുൻഗാമികൾ നേടിയത്. അവർക്ക് നമ്മളെ അത്ര ബാഹ്യമായ ഡാറ്റാസ് ഇല്ല. പക്ഷെ മനസ്സിലായില്ല, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഡാറ്റാസ് ആണല്ലോ. ഡാറ്റാസ് നമ്മളത്ര അവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അവർക്ക് എന്തുണ്ട്? ഈമാനുണ്ട്, ഹിദായത്തുണ്ട്. ഡാറ്റാസ് കുറവാണ്. ഇന്നലെ ഞാൻ മിഞ്ഞാന്നത്തെ ക്ലാസ്സിൽ ഞാൻ ലേശം പറഞ്ഞിരുന്നു. പഴയ കാലത്തെ പള്ളിയിൽ മദ്രസയിൽ നിന്നിരുന്ന പഴയ കാലത്തെ എന്താ പറയുക മൊല്ലമാർ, ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ഡാറ്റാസ് കുറവാണ്. ഏറെ ഓതുക ഫത്തുൽ മുഈന. ഇപ്പോൾ ഫത്തുൽ മുഈൻ ഓടിക്കഴിഞ്ഞാൽ തന്നെ മഹല്ലുകൾ ഇങ്ങനെ ഖാദിയന്മാരില്ലാതെ കിടക്കും. അപ്പോൾ അതിന് ഉസ്താദ് പറഞ്ഞേക്കും, ഇവനെ കൊണ്ടേക്കോളി. ഫത്തുൽ മുഈൻ ഓടിക്കഴിഞ്ഞാൽ ഒരു മഹല്ലിൽ ഖാദിയാക്കാൻ പറഞ്ഞേക്കും. അതിൻ്റെ മേലെ കൂടൂല, ഡിഗ്രി ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഡേറ്റാസ് കുറവാണ്. പക്ഷെ അവർക്ക് എന്തുണ്ട്? ഹിദായത്തുണ്ട്. എന്തുകൊണ്ട്? മഹബ്ബത്ത് മുഹമ്മദ് അവരെ ഖൽബിൽ നിറഞ്ഞു കിടക്കുക. അവരൊരു മഹല്ലിൽ പോയാൽ ആ മഹല്ലിൽ ഈമാൻ ഉണ്ടാവും. അവരൊരു വയല് പറഞ്ഞാൽ ആ വയല് കേട്ട് ജനങ്ങൾ പൊട്ടിക്കരയും. വയല് കേട്ടാൽ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഒരു വയല് കേട്ടാൽ ജനങ്ങൾ പൊട്ടിക്കരയും. അവർക്ക് അമേരിക്ക അറിയില്ല, ബ്രിട്ടൻ അറിയില്ല, ജർമ്മനി അറിയില്ല, അള്ളാഹുവിൻ്റെ റസൂലിനെ അറിയില്ല. മുത്തു മുഹമ്മദ് മുസ്തഫ. എന്നാൽ അവർ മദീന പോയിട്ടുണ്ടോ? ഇല്ല. കഴിഞ്ഞ ചരിത്രത്തിൽ മദീനത്തും മക്കത്തും ജനങ്ങൾ പോകാൻ തുടങ്ങിയത് ഇപ്പോൾ ഈ 10, 20, 40 കൊല്ലത്തിനുള്ളിലല്ലേ. അതിന് മുമ്പില്ല, അതിന് മുമ്പ് ഇല്ല, കഴിയൂല. 1000 ഉറുപ്പ്യ കൊടുത്താൽ അക്ബർ കപ്പലിൽ കൊണ്ടുപോയി ഹജ്ജും കഴിഞ്ഞ് കൊണ്ടുവരും. എൻ്റെ കുട്ടിക്കാലത്ത് 1000 ഉറുപ്പ്യ. അല്ല അമ്മോനും
ഉമ്മയും വല്യമ്മയും കൂടി ഹജ്ജിന് പോയത് 400 റുപ്യാണ് ഫുൾ ചെലവ്. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരിക. 400 ഒരു 100 റുപ്യ ചെലവിനും. അപ്പം എത്ര മതി? 500 റുപ്യ ഉണ്ട് ഹജ്ജ് കഴിഞ്ഞ പോലെ. ഇന്ന് ഇവിടുന്ന് ഒരു പൂരിയും കടിയും കിട്ടില്ല, ചായയും കിട്ടില്ല. 500 റുപ്യ പൊട്ടിച്ചാൽ എൻ്റെ വല്യമ്മ അമ്മാവനും അതിലൊക്കെ ഞാൻ പങ്കെടുത്തവനാണ്. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് അന്ന് 4 വയസ്സോ മറ്റോ. അമ്മാവനും വല്യമ്മയും കൂടി ഹജ്ജിന് പോകും. 400 റുപ്യ. അത് നാട്ടിൽ വലിയ ഞാമത്തുള്ള കുടുംബമായതുകൊണ്ട് കഴിഞ്ഞതാണ്, അല്ലെങ്കിൽ കഴിയൂല. 400 റുപ്യ കിട്ടൂല. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? കിട്ടൂല, കിട്ടാനില്ല. 2 ഏക്കർ ഭൂമി എൻ്റെ വാപ്പ വാങ്ങിയത് 800 റുപ്യക്ക് എന്നോട് മരണം വരെ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരാൾ മാർക്കറ്റിൽ നിന്ന് 4000 റുപ്യക്ക് ഒരു ചെരുപ്പ് വാങ്ങി തന്നു. 4000 റുപ്യക്ക് ചെരുപ്പ് വാങ്ങി തന്നു. 4 കൊല്ലം മുമ്പ്. ഞാൻ ഇപ്പോഴും അത് പെട്ടി പതച്ച് എടുത്തൂല. എന്തുകൊണ്ട്? എൻ്റെ വാപ്പ 800 റുപ്യക്ക് വാങ്ങിയ ഭൂമി കൂടി വേണം ഈ 4000 റുപ്യൻ്റെ ചെരുപ്പിട്ട് നടക്കാൻ. അതിനാവൂല. ഒരാൾ 4000 റുപ്യൻ്റെ ചെരുപ്പ് വാങ്ങി തന്നതിന് ശേഷം പോരുമ്പോൾ വണ്ടിയെന്ന് പറഞ്ഞു 4000 റുപ്യാണ് വില. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ പെരയെ കൊണ്ടേ പത്തിച്ചു. ഇപ്പോഴും പെരയിലുണ്ട്. എൻ്റെ കാരണം എൻ്റെ ബാപ്പ 800 റുപ്യക്ക് വാങ്ങിയ ഭൂമി കൂടി ഇതിട്ട് നടക്കണം. അതിന് കഴിയൂല. അക്കാലത്ത് പൈസ ഇല്ല. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ഹജ്ജിനും ഉംറക്കും അതിനൊന്നും മനുഷ്യന്മാർ ഉംറക്ക് പോക്കേ ഇല്ല. ഹജ്ജിന് പോകുമ്പോൾ ചെയ്യണം ഉംറ. പക്ഷെ അവരെ കൽബിൽ മക്കുണ്ട്, മദീനുണ്ട്, മുസ്തഫ നബിയുണ്ട്. റംസം വെള്ളം അവിടെ കാണുമ്പോഴത്തിന് ഇവിടെ കുനിയിലോണം. നോക്കൂ നിങ്ങൾ, അതിനൊന്നും ഇന്ന് വിലയില്ല. സംസം വെള്ളത്തിൻ്റെ മൂത്തമ്മ അല്ലെ അമ്മായി സംസം വെള്ളം കൊണ്ടുവന്നപ്പോൾ ഞാനതുകൊണ്ട് ചന്തികി എന്ന് പറഞ്ഞ പ്രസംഗം ഈ കേരളക്കരയിൽ നടന്നിട്ടുണ്ട്. ഇന്നും ജനങ്ങൾ സോഷ്യൽ മീഡിയ ഇല്ലേ മാഷേ, സത്യമല്ലേ? ഇപ്പോഴും കേൾക്കുന്നുണ്ട് ആ പ്രസംഗം. 10,000-കണക്കിന് ആ പ്രസംഗം കേട്ട് അതിനെതിരെ മുണ്ടാൻ ഇവിടെ ഒരു സംഘടനയില്ല, ഒരാളുമില്ല. ഒക്കെ ചിന്തിച്ചോളി. ബുദ്ധിയുള്ളവർക്ക് ഇതിലൊക്കെ പാടുണ്ട്, ബുദ്ധിയില്ലാത്തവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പണ്ടൊരാളെ അന്നോൻ്റെ തലവാക്കിണ്ടാവില്ല. ഒരു 50 കൊല്ലം മുമ്പാണ് ഒരാൾ സംസം കൊണ്ട് ചന്തിയാകാൻ പോയി എന്ന് പറഞ്ഞാൽ ഓൻ്റെ തലവാക്കിണ്ടാവില്ല. എന്ത് അല്ലാ പഠിച്ചോനെ, എന്താ ഞാൻ ഈ കേൾക്കണത്? കള്ള് ചേർത്ത് കുടിച്ചു. എന്താണ് ഞാൻ ഈ കേൾക്കണത്? റബ്ബേ അല്ലാ, അങ്ങനത്തെ ഒരു കാലത്ത് ജീവിക്കേണ്ടി വന്നല്ലോ. അല്ലാ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പം എന്താ അവിടെ സംഭവിക്കുന്നത്? തഅലീം നഷ്ടപ്പെട്ടു. അതില്ല, കൽബിൽ അതില്ല. അപ്പം എല്ലാവരും ചിന്തിക്കാൻ അപ്പുറത്തേക്ക് പോകരുത്. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് പറയും, ഇന്നാലിനെ കൂട്ടൽ മോശമാണ്, മോശം. എൻ്റെ അള്ളാഹുവിൻ്റെ ഹബീബിനെ ചെറുതാക്കി അവരോട് നമുക്ക് വർത്താനല്ല. അള്ളാഹുവിൻ്റെ ഹബീബിനെ ഒരാൾ ചെറുതാക്കിയാൽ അവിടെ ഇനി വർത്താനമില്ല. എന്ത് അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹിന് എന്ത് ചെയ്യാതെ മതിയായിരുന്നു? അവിടെ നിന്ന് കയറിപ്പോയിട്ട് ഉമർ ബിൻ ഖത്താബിനോട് പറയാം, നിങ്ങൾ ഇറങ്ങി തെറ്റാണ് ആ തന്തനഞ്ഞ് ഞാൻ തന്നെ വിട്ടുക എന്ന് പറഞ്ഞാൽ മോശമല്ലേ? നിങ്ങളൊന്ന് ഇറങ്ങി ചെല്ലുന്നു. ഉമർ ബിൻ ഖത്താബിനോടോ അലി ബിൻ അബി ത്വാലിബ്, ബില്ലാളി വീരനായ അലി ബിൻ അബി ത്വാലിബിനോടോ പറയായിരുന്നല്ലോ. അതൊന്നും ഉണ്ടായില്ല. അബൂ ഉബൈദ ഒന്ന് ചാടുന്നത് ഞങ്ങൾ കണ്ടു. പിന്നെ ഞങ്ങൾ കാണുമ്പോൾ അബൂ ഉബൈദയുടെ കയ്യിൽ ബാപ്പാൻ്റെ തലയാണ്. അതാ എന്താ പ്രശ്നം? പിന്നെ നോക്കിക്കൂല. ബാപ്പാൻ്റെ തലയറുത്തു. അത് പിന്നെ അബൂ ഉബൈദ കയറി വരുമ്പോൾ ഹബീബായ നബി മുഖം തിരിച്ചു പോയി. കാരണം ബാപ്പാൻ്റെ തലയറുത്ത് വരികയാണ്. അപ്പോൾ ജിബ്രീൽ ആയതും കൊണ്ടുവന്നു, നബിയെ അവർക്ക് ബാപ്പനോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, നിങ്ങളോട് സ്നേഹമാണ്. അള്ളാഹു നമ്മളെ നന്ദവരിപ്പെടുത്തട്ടെ. അള്ളാഹിൻ്റെ റസൂലിനേക്കാളും നമുക്ക് ഇഷ്ടപ്പെട്ടവരൊന്നുമില്ല. ഭാര്യയല്ല
നിങ്ങൾ അള്ളി റസൂലൊന്നും എനിക്ക് വേണ്ട എന്ന് പെണ്ണുങ്ങൾ പറഞ്ഞാൽ അന്ന് ഓളെ കൊണ്ടേക്കാം. അല്ലെങ്കിൽ ഓട്ടോറിച്ച് അടിച്ചു വിടുക. അവളൊപ്പം ഇരിക്കുക പോലും ചെയ്യരുത്. അവളൊപ്പം ഇരുന്നാൽ പിന്നെ അത് നമ്മളെ മേലെ കൂട്ടും. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അതൊന്നും വേണ്ട, നമുക്കൊന്നും വേണ്ട. അള്ളാഹുവിൻ്റെ റസൂലിനപ്പുറം നമുക്കൊന്നുമില്ല. അള്ളാഹുവിലേക്ക് നമ്മളെ ചേർത്തി തരുന്ന ആൾ മുഹമ്മദ് മുസ്തഫയാണ്. അതുകൊണ്ട് അതിനെതിരായ സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ, അവരോട് ഒരു ബന്ധവും ഒരു മുഅ്മിനിനും ഉണ്ടാകാൻ പാടില്ല. അവർ റസൂലുള്ളാഹിനെ ചെറുതാക്കി, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ സന്തോഷത്തിനെ ചെറുതാക്കി. ഒരാൾ റബീഉൽ അവ്വൽ മൗലിദ് കഴിക്കുമ്പോൾ അതിനൊരു മാനം കെടുത്തി, അതിനെതിരെ നോട്ടീസ് ഇറക്കി. എന്താ അവരുടെ ലക്ഷ്യം? റസൂലുള്ളാഹിനെ അനുസരണപ്പെടുത്തുക. അതാണ് അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം അവരുടെ നേതാക്കന്മാരുടെ ജനനവാർഷികവും മരണവാർഷികവും സംഘടനൻ്റെ വാർഷികവും സ്ഥാപനങ്ങളുടെ വാർഷികവും കൊല്ലം കൊല്ലം നടത്തുന്നവരാണ്. അതിന് ഇവർക്ക് വിഷയമില്ല. അപ്പോൾ മിക്കവാറും ഞാൻ മൂർച്ച കൂട്ടുന്നുണ്ട്, മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അദ്ഹാനൻ ചില ബുദ്ധികൾക്ക്. എന്തിന്? ഇദ്റാഖി മഖ്സദിൻ, യഥാർത്ഥ ലക്ഷ്യം കരഗതമാക്കാൻ വേണ്ടി. എന്താണ് യഥാർത്ഥ ലക്ഷ്യം? അള്ളാഹുവിൻ്റെ ഹബീബിനെ നെഞ്ചകത്ത് കയറ്റൽ. അങ്ങനെ ആ ലക്ഷ്യം നേടിയവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആ ലക്ഷ്യം നേടിയവരിൽ അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ. ആ ലക്ഷ്യം നേടിയവർ അള്ളാഹുവിൻ്റെ ഹബീബിനെ ഇഷ്ടപ്പെടുക, ഇതാണ് ലക്ഷ്യം. ആ ലക്ഷ്യം നേടിയവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഫറഖ്തു ജംഅൻ ലിൽബാതിൽ ജാമിഅ ലിഅസ്താതി അശ്വാഖിൻ ബിഖൽബിൻ മുഅബ്ബദി ബിഹുബ്ബി റസൂലില്ലാഹി ത്വാഹ മുഹമ്മദി ഹബീബി ഇലാഹൽ ആലമീനൽ മുമജ്ജദി. വഫറഖ്തു, ഞാൻ പൊളിച്ചിട്ടുണ്ട്, ജംഅൻ സംഘത്തെ, ലിൽ അബാതിലി, ബാത്തിലുകൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ സംഘത്തെ ഞാൻ പൊളിച്ചിട്ടുണ്ട്. അതൊക്കെ വലിയൊരങ്ങനെയാണ്. വലിയൊരുണ്ടാവുമ്പോൾ ബാത്തിലിനെ ഇളകാൻ കഴിയില്ല. വഫറഖ്തു, ഞാൻ പൊളിച്ചിട്ടുണ്ട്, ജംഅൻ സംഘത്തെ. എന്തിനു വേണ്ടിയുള്ള സംഘം? ലിൽ അബാതിലി, ബാത്തിലുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഘം. അവർ സംഘം കെട്ടിയത് ബാത്തിലിന് വേണ്ടിയാണ്. അവർ മുദ്രാവാക്യം വിളിച്ചത് ബാത്തിലിന് വേണ്ടിയാണ്, അയാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടി. അവർ മുത്തുനബിക്ക് വേണ്ടിയോ അള്ളാഹുവിനോ റസൂലിനോ വേണ്ടി മുദ്രാവാക്യം വിളിച്ചവരല്ല, ബാത്തിലിന് വേണ്ടി മുദ്രാവാക്യം. അവരെ ഞാൻ പൊളിച്ചിട്ടുണ്ട്, അവരെ ഞാൻ ഛിന്ന ഭിന്നമാക്കിയിട്ടുണ്ട്. ഞാനുള്ള പരിസരത്ത് അവർക്ക് നിലനിൽക്കാൻ കഴിയില്ല. അവർക്ക് 4 ആളെ കിട്ടൂല. അത് എല്ലാവരും അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ്. നമ്മളെ നാട്ടിൽ ഈ വഹാബി ജമാഅത്തുകാരൊക്കെ അടിത്തറയിലുണ്ടായൊരു കാലമുണ്ട്, പക്ഷെ പുറത്തേക്ക് ആടൂല. എന്ത്? ബഹുമാനിക്കപ്പെടുന്ന ചില ആളുകൾ ആ മഹല്ലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ വല്ലാക്ക ഉണ്ടാവുമ്പോൾ ഇപ്പോൾ നമ്മളെങ്ങനെയത് പറയാം? ആചാര്യണ്ടാവുമ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക? മിണ്ടണ്ട. എന്നിട്ട് അവരും ഇതിനൊക്കെ സഹകരിക്കും. എന്ത്? ആചാര്യോടുള്ള ബഹുമാനം. ആചാര്യാരാ? ആചാര്യ പടച്ചോൻ്റെ ആളാ. മുല്ലാക്കാരാ? പടച്ചോൻ്റെ ആളാ. തങ്ങളാരാ? പടച്ചോൻ്റെ ആളാ. സത്യല്ലേ? ഇങ്ങനത്തെ 100 കണക്കിന് മഹല്ലുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പം അവരൊക്കെ വിലസ. എന്തുകൊണ്ട്? അങ്ങനെ മുത്തുനബിയെ നെഞ്ചകത്തേറ്റിയ ആ വലിയ വലിയ ആളുകൾ ദിവംഗതരായി, അവർ കാലം ചെയ്തവർ മരിച്ചുപോയി. അപ്പൊ ആർക്കും ഇവിടെ മേയ. ഫറഖ്തു ജംഅൻ ലിൽ ബാത്തിൽ, അപ്പൊ ബാത്തിലെ സംഘത്തെ അവരെന്നെ പൊളിച്ചു. ഈ നേർച്ചക്കും വഴിപാടിനും ഇവരൊക്കെ വരും. എന്തേ? ആചാരല്ലേ മുന്നിൽ അങ്ങനെ വരാക്കണ്. ഈ ആചാരാരാ? അള്ളാഹുവിന്റെ റസൂലിന്റെ ആളാണ് എന്ന് ഇവർക്ക് ഉറപ്പുണ്ട്. നോട്ടീസിലല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ ആളാണ്. നമ്മളെ നാട്ടിൽ ഇങ്ങോട്ട് നോക്ക്, പകുതി ഉറക്കത്തിലിരിക്കണ്ട. നമ്മളെ നാട്ടിൽ ഈ നശീകരണ സംഘടനകളും പ്രസ്ഥാനങ്ങളും അധികരിക്കാനുള്ള കാരണം മുഅല്ലമായ ആളുകൾ നമ്മളെ നാട്ടിൽ നിന്ന് മരിച്ചു പോയതാണ്. പകരം ആളുകൾ നാട്ടിലോട്ട് ഉണ്ടായതും ഇല്ല. അതാണ് പ്രശ്നം. ഒക്കെ ഒന്നുമല്ല. വയൽ പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. വയൽ പറയുക എന്നൊക്കെ ഉള്ളത് ഒക്കെ കേട്ടോളി, കേട്ടിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഒന്നുമില്ല.
ചില ആളുകളൊക്കെ ഉള്ള നാട്ടിൻ്റെ പരിസരത്ത് പോലും ഉണ്ടാവില്ല. അവിടെ വല്ല ജമാഅത്തോ മുജാഹിദൊക്കെ ഉണ്ടെങ്കിൽ അവരെന്നെ വരെ മുന്നിൽ വന്ന് സറണ്ടറാവും. എന്തുകൊണ്ട്? അവർക്കറിയാം പടച്ചോൻ്റെ ആളാണ് ഈ വ്യക്തി. അപ്പം അവരുടെ വർത്താനം, അവരെപ്പറ്റി വഹാബിന്ന് വിളിച്ചാൽ പോലും അവർക്ക് ദേഷ്യം വരും. എന്തേ ഞങ്ങൾ വിളിക്കാൻ പാടില്ല, ഞാൻ വഹാബിയല്ല, ഞാൻ മൗലിയാക്കാൻ്റെ അടുത്ത് ഇരിക്കണ ചേച്ചി കണ്ടിട്ടില്ലേ? അങ്ങനത്തെ മനുഷ്യന്മാരുണ്ടായപ്പോൾ ഇവിടെ ഈ പ്രസ്ഥാനങ്ങളൊന്നും രംഗത്ത് വന്നില്ല. രംഗത്ത് വരാൻ അവർക്ക് പറ്റൂല. അത്രയും വലിയ മനുഷ്യന്മാരവിടെ ഉണ്ട്. ആ മനുഷ്യന്മാരെല്ലാം പിൽക്കാലഘട്ടത്തിൽ നാട് നീങ്ങി, അവരൊക്കെ മരിച്ചുപോയി. പകരം അങ്ങനെ ബഹുമാനിക്കപ്പെടേണ്ടവരുണ്ടായതുമില്ല. അതിലും അങ്ങോട്ട് പൊങ്ങി. ഇപ്പൊ സുന്നികൾ വരെ വഹാബിയായി. പേരിലാണ് സുന്നി, സംഘടനാ സ്ഥാനം നിലനിർത്താൻ വേണ്ടി സുന്നിയാണ്. സംഘടനാ സ്ഥാനം നിലനിർത്താൻ വേണ്ടി മുഷാവറങ്ങാണ്. ഓന്റെ പെണ്ണുങ്ങളെ പേറും കുളിയും നടക്കാൻ വേണ്ടിയിട്ടാണ് ഓനെ അതായത്. അല്ലാതെ ഉള്ളിൽ കൽബിൽ അള്ളാഹു റസൂലും സുന്നത്തുമായിട്ടുണ്ടായിട്ടല്ല. പണ്ട് വഹാബി അല്ല. എന്റെ അത്രയും വലിയ മുഅല്ലമായ വ്യക്തികൾ ഇവിടെ ഉണ്ട്. ഇന്ന് സുന്നികൾ തന്നെ വഹാബിയായി. പിന്നെന്തിനാ സുന്നി കൂടിയത്? ഓന്റെ കാര്യങ്ങൾ പേരെന്റെ വാതിൽക്കെട്ടിൽ കിട്ടണല്ലോ, പിന്നെ പെണ്ണുങ്ങളെ പേറും കുളി നടക്കണല്ലോ. അതിനെന്നെ വേറെ ലക്ഷ്യമൊന്നുമില്ലേന്. യുദ്ധത്തിന് പോയവരാണോ? അല്ല. അങ്ങനത്തെ ആളുണ്ടെങ്കിൽ ബാത്തിൽ പൊളിഞ്ഞിടും. നമ്മൾ ഈ വാദപ്രതിവാദം ഒന്നുമല്ല അടിസ്ഥാനം. ഈ വാദപ്രതിവാദത്തിന് തന്നെ ആരായിരുന്നു പോയിരുന്നത്? അത്രയും വലിയ സ്വാലിഹീങ്ങൾ. അവരെന്ന് മുന്നിലാണ് ഇരുന്നാൽ മറ്റവന് നാവിന് കൊഞ്ഞവും വർത്താനം പറയാൻ കഴിയില്ല. എന്ത്? അത് അള്ളാന്റെ നാവ് കൊണ്ട് സംസാരിക്കുന്നവരാണ്. അവരെ മേലെ വർത്താനം പറയാൻ കഴിയില്ല. ഇന്നിപ്പോൾ ഒരു വാദപ്രതിവാദത്തിന് നിങ്ങൾ പോയാൽ ആരാണ് ജയിച്ചത്, ആരാണ് തോറ്റത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല, കേട്ടവർക്കും അറിയില്ല. രണ്ടു കൂട്ടർക്കും ജയിച്ചു എന്ന് സമ്മേളനം നടത്താം. ഒരു കൂട്ടർ ഇന്നത്തെ സമ്മേളനം, നാളെ മറ്റൊരു സമ്മേളനം. ഞങ്ങൾ ജയിച്ചു. എന്തേ? നാട്ടുകാർക്കും തിരിഞ്ഞില്ല ആരാ ജയിച്ചത്. പണ്ടങ്ങനെയല്ല. പണ്ട് നാവണ് കൊഞ്ഞായിപ്പോവും, വർത്താനം പറയാൻ കഴിയില്ല. എന്തേ? അവർ അള്ളാഹുവിൻ്റെ ലിസാനോട് സംസാരിക്കുന്നവരാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അങ്ങനത്തെ മുഹറമായ വന്ദിക്കപ്പെടേണ്ട ബഹുമാനിക്കപ്പെടേണ്ട ആളുകൾ ഉണ്ടാകുമ്പോൾ ആ ജനതയിൽ ബാത്തിൽ പൊളിഞ്ഞിട്ടോ. നോക്കി ഞാൻ എല്ലാ ബാത്തിലിന്റെ സംഘത്തെയും പൊളിച്ച് തരിപ്പണാക്കിയിട്ടുണ്ട്. ജാമിഅൻ, ഞാൻ തന്നെ ഒരുമിച്ച് കൂട്ടുന്നവനായ നിലയിൽ ഷൗക്കിന്റെ പ്രസ്ഥാനങ്ങളെ. ഷൗക്ക് മുത്തുനബി ആരോട്? ഷൗക്ക് മുസ്തു മുഹമ്മദ് മുസ്തഫ തങ്ങളോടുള്ള അതിരറ്റ പ്രേമത്തിൻ്റെ സംഘങ്ങളെ ഞാൻ തന്നെ ഒരുമിച്ച് കൂട്ടുന്നതായ നിലയിൽ. അതായത് ഇവരെ കൂട്ടി മറ്റവരെ പൊളിച്ചു. ഇവരുണ്ടായി, ഇവര് കൂടി മറ്റൊരു പൊളിഞ്ഞു. ജാമിഅൻ, ഞാൻ തന്നെ ഒരുമിച്ച് കൂട്ടുന്നവനായ നിലയിൽ എന്ന് ഷൗക്കിന്റെ സംഘങ്ങളെ, ഒരുപാട് ഷൗക്കിന്റെ അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള അതിരറ്റ പ്രേമം, അതാണ് ഷൗക്ക്. ഞാൻ തന്നെ ഒരുമിച്ച് കൂട്ടുന്നവനായ നിലയിൽ ഉള്ള സംഘങ്ങളെ. ആ സംഘത്തിലെ ഓരോരുത്തരും ആരാണ്? ബി ഖൽബിൻ മുഅബ്ബദിൻ. ഷൗക്ക്, എന്ത് ഷൗക്ക്? ബി ഖൽബിൻ മുഅബ്ബദിൻ, താഴ്മയാക്കപ്പെട്ടതായ ഹൃദയങ്ങളോടുകൂടിയുള്ള ആളുകൾ, വ്യക്തികൾ, സംഘങ്ങൾ. എന്തിനോട് താഴ്മയാക്കപ്പെട്ട? ബിഹുബ്ബി റസൂലില്ല, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അതിരറ്റ പ്രേമം കൊണ്ട് താഴ്മയാക്കപ്പെട്ട. മുഅബ്ബദ് എന്ന് പറഞ്ഞാൽ മുദല്ലല്, വിനയമാക്കപ്പെട്ട, താഴ്മയാക്കപ്പെട്ട, ഒതുക്കമാക്കപ്പെട്ട, അടിമയാക്കപ്പെട്ട. അങ്ങനെയൊക്കെ മുഅബ്ബദ്, അടിമയാക്കപ്പെട്ട. അടിമയാണല്ലോ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടിമയല്ലേ? ഒറ്റ പേജ് അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഹുവൽ അബ്ദു ഹഖ്ഖൻ വൽ അനാമു അബീദുഹു. യഥാർത്ഥത്തിൽ അടിമ മുഹമ്മദ് മുസ്തഫയാണ്, ബാക്കിയുള്ളവരെല്ലാം ഹബീബിന്റെ അടിമകളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ.
അള്ളാഹു ആ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അടിമയാകുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അടിമയാകാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ അടിമയാ പിന്നെ അത് അള്ളാഹിൻ്റെ അടിമയാകും. എടാ ആന പാപ്പാന് വഴിപ്പെട്ടു, പാപ്പാൻ മുതലാളിക്ക് വഴിപ്പെട്ടാൽ ആന ആരടിമേ? ജാഹിലെ, പോത്തിൻ്റെ ബുദ്ധി ഇല്ലാത്ത ജാഹിലെ. ഇപ്പൊ ചിലർ പറയാണ് റസൂലുള്ളാഹിന്റെ അടിമയായ പിന്നെ അള്ളാഹിന്റെ അടിമ എങ്ങനെയാണ്? എടോ ആന അടിമയായി ആർക്ക്? പാപ്പാന്. പാപ്പാനോ ആരടിമയാണ്? പറയടോ, പാപ്പാൻ ആരടിമയാണ്? അപ്പോൾ പിന്നെ ആനയും പാപ്പാനും ആരടിമയാണ്? ബുദ്ധിയില്ലാത്ത ബുദ്ധി. ബസ്സിന് പോയ നാട്ടിൽ കൂടി വരെ ബുദ്ധി ഉണ്ടാവും. ഇപ്പൊ ചിലർ പറയാൻ നബിന്റെ അടിമയാണ്. എങ്ങനെയാണ്? എടാ, നബിന്റെ അടിമ ആകാന്ന് പറഞ്ഞാൽ നബി ആരടിമയാ? പറ കുട്ടി, നബി ഇപ്പുറത്ത് വേറെ കസേര ഇട്ടിട്ടുണ്ടോ? എനിക്കും കുറച്ച് ആളെ കിട്ടി, ഞാൻ തുടങ്ങാണ് പുതിയ പഠിച്ചോന്. എന്റെ വിഡ്ഡിയെ, പാപ്പാൻ ആരുടെ അടിമ? അന്തല്ലാത്തോനെ. ആന ആരുടെ അടിമയായി? ആന അങ്ങോട്ട് ലയിച്ചു ഇഷ്ടത്തിൽ. ആരുടെ? പാപ്പാനോടുള്ള ഇഷ്ടത്തിൽ ആന ലയിച്ചു. പാപ്പാനോ മുതലാളിയോടുള്ള ഇഷ്ടത്തിൽ ലയിച്ചു. അപ്പോൾ ആനയോ? നിങ്ങളോടാണല്ലോ അപ്പൊ ഞാൻ അത് പറഞ്ഞു പോയത്. അല്ല, അങ്ങനത്തെ ഒരു കുറ്റം എനിക്കുണ്ടാവും. അപ്പോൾ ആനയോ? അപ്പൊ ആന രണ്ടിരട്ടി അടിമയാണ്. ആരുടെ? മുതലാളിയുടെ. റസൂലുള്ളാഹിന്റെ അടിമ എന്ന് പറഞ്ഞാൽ പിന്നെ ഇനി വേറെ പറയണ്ടല്ലോ. റസൂൽ ആരുടേതാണ്? അള്ളാന്റെ അല്ലേ? ആനയും കൊണ്ട് കട്ടുപോയതല്ലോ പാപ്പാന്. പാപ്പ എപ്പോഴും അടിമയാണ്. ആരുടെ? മുതലാളിയുടെ. ആനയോ പാപ്പാന്റെ അടിമയാണ്. അതിന് അന്തം വേണം, അന്തം വേണം. യഥാർത്ഥത്തിൽ അടിമ മുഹമ്മദ് മുസ്തഫയാണ്. എന്തുകൊണ്ട് മുഹമ്മദ് മുസ്തഫ അടിമയായതുപോലെ അടിമയാകാൻ നമുക്ക് കഴിയില്ല? അലസ്തു ബി റബ്ബിക്കും എന്ന് ചോദിച്ചപ്പോൾ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ആദ്യം പറഞ്ഞത് ബല എന്ന് പറഞ്ഞത് റൂഹ് മുഹമ്മദാണ് എന്ന് 10,000 കിതാബിലുണ്ട്. 1000 10,000 കിതാബിലുണ്ട്. എന്ത്? അലസ്തു ബി റബ്ബിക്കും എന്ന് അള്ളാഹു ആലമുൽ അർവാഹിൽ ചോദിച്ചപ്പോൾ ആദ്യമായി ബല എന്ന് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫയാണ്. ആ അബ്ദിയത്ത് വേറെ ആർക്കുമില്ല, ഒരാൾക്കും ഇല്ല. അതുകൊണ്ടാണ് എല്ലാവരും അവിടുത്തെ ഹാദിമായാലും റസൂലുള്ളാഹിയുടെ ഖാദിമ. എന്ത്? അള്ളാഹുവിൻ്റെ ആദ്യത്തെ ആൾ മുഹമ്മദ് മുസ്തഫയാണ്. അങ്ങനെ കഴിയൂല. നമുക്കതിന് കഴിയൂല, ആർക്കും കഴിയൂല. അമ്പിയാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല റസൂലുള്ളാഹിനെ പോലെയാകാൻ. പിന്നെണ്ടോ എനിക്കും കഴിയൂല. പിന്നെ നമ്മൾ റസൂലുള്ളാഹിന്റെ കോന്തൽമ തൂങ്ങുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അത്ര തന്നെ.